അമേരിക്കയും ചൈനയും യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചൈനയുടെ പുതിയ കണ്ടുപിടുത്തം രാക്ഷസ ബോംബ്, ആണവായുധമല്ല അതിലും വലിയ വിനാശകാരിയായ ബോംബ്. ലോകത്തെ ഞെട്ടിച്ച് ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ്, നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച് ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ് ആയുധം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പരമ്പരാഗത ഹൈഡ്രജൻ ബോംബുകളെ അപേക്ഷിച്ച് സ്ഫോടനത്തിന് ആണവോർജത്തിന് പകരം മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത്. വാതകാവസ്ഥയിൽ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഹൈഡ്രജൻ സംഭരിക്കാനുള്ള ശേഷി മഗ്നീഷ്യം ഹൈഡ്രൈഡിനുണ്ട്. ബോംബ് ഡിറ്റണേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ മഗ്നീഷ്യം ഹൈഡ്രൈഡ് വളരെ പെട്ടെന്ന് വിഘടിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിഭീമമായ താപം ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഹൈഡ്രജൻ വാതകവും പുറത്തുവരും. ഇങ്ങനെ പുറത്തുവരുന്ന ഹൈഡ്രജൻ വാതകത്തിന് തീ പിടിക്കുന്നതോടെ താപം അതിഭീമമായി വർദ്ധിക്കുകയും 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുകയും ചെയ്യും. ബോംബ് ഡിറ്റണേറ്റ് ചെയ്ത് വെറും 2 സെക്കൻഡിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ഇതിനെ ഏറ്റവും വലിയ അപകടകരമാക്കുന്നത്. TNT സ്ഫോടനത്തേക്കാൾ 15 മടങ്ങ് അപകടകരമായാണ് ഈ ചൈനയുടെ പുതിയ കണ്ടുപിടുത്തം. ബോംബ് സ്ഫോടനത്തിലൂടെ പുറത്തുവരുന്ന അതിഭീമമായ താപത്തിൽ അലൂമിനിയം പോലുള്ള ലോഹങ്ങൾ ഉരുകിയൊലിക്കും. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കത്തിയെരിയും. 2 കിലോ ഭാരം വരുന്ന ബോംബാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. പരീക്ഷണത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ് ഗവേഷകർ നടത്തിയത്. മഗ്നീഷ്യം ഹൈഡ്രൈഡ് സ്ഫോടനത്തിൽ ചെറുതരികളായി മാറുകയും ചെയ്തു. അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തിച്ച് ചൂടുപിടിക്കുകയും തുടർന്ന് ഇവയിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തുവരികയും ചെയ്യും. ഇത് സമീപത്തെ അന്തരീക്ഷവുമായി ഇടകലരുകയും വളരെ പെട്ടെന്ന് സ്വയം കത്തിജ്വലിക്കുകയും 1 ഏക്കർ തന്നെ കത്തിക്കളിപ്പിക്കാനുള്ള ശേഷിയും ഉണ്ടാവുകയും ചെയ്യും. ഇതോടെ ഒരു അഗ്നിഗോളം സൃഷ്ടിക്കപ്പെടുകയും അതിലൂടെ പുറത്തുവരുന്ന താപം കൂടുതൽ മഗ്നീഷ്യം ഹൈഡ്രൈഡിനെ വിഘടിപ്പിക്കുകയും ചെറിയ റിയാക്ഷൻ പോലെ പുറത്തുവരുന്ന താപത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ബോംബ് യുദ്ധഭൂമിയിൽ പ്രയോഗിക്കപ്പെട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് വലിയ താപം പുറത്തുവിട്ട് വൻ നാശനഷ്ടമുണ്ടാക്കും. അത് സഹിക്കാൻ മനുഷ്യർക്കെന്നല്ല ഒരാൾക്കും സാധിക്കുകയുമില്ല. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ വളരെ കുറഞ്ഞ അളവിലുള്ള മഗ്നീഷ്യം ഹൈഡ്രൈഡിന് സാധിക്കുകയും ചെയ്യും. ഒരു ഇന്ധന ഡിപ്പോ തകർക്കാൻ വെറും ഗ്രാമുകൾ മാത്രം ഭാരം വരുന്ന ബോംബ് മതിയാകുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ശത്രു സൈന്യത്തിൻ്റെ മുന്നേറ്റം തടയാൻ പ്രയോഗിച്ചാൽ നിമിഷങ്ങൾക്കകം വെന്ത് വെണ്ണീറാകുകയും ചെയ്യും. ശത്രുക്കളുടെ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ, പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ എന്നിവ വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ച് ഇവ നശിപ്പിക്കുകയും ചെയ്യാം. അല്പം കൂടുതൽ ഉപയോഗിച്ചാൽ ഒരു പ്രദേശം തന്നെയല്ല, ഒരു ജില്ല തന്നെ കത്തിപ്പോമ്പലാവുകയും ചെയ്യും. യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ ചൈന കൂടുതൽ ഗവേഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി അവർ വളരെയധികം ഫണ്ടും ചെലവഴിക്കുന്നുണ്ട്. മഗ്നീഷ്യം ഹൈഡ്രൈഡിൻ്റെ വ്യാപകമായ ഉൽപ്പാദനം ഈ വർഷം ആദ്യമാണ് ചൈന ആരംഭിക്കുകയും ചെയ്തത്. വർഷം 150 ടൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇപ്പോൾ ചൈനയ്ക്കുണ്ട്. സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനോ നിർമ്മിക്കാനോ സാധിക്കാത്ത രാസവസ്തുവാണ് മഗ്നീഷ്യം ഹൈഡ്രൈഡ്. ലാബോറട്ടറിയിൽ നിയന്ത്രിത സാഹചര്യത്തിൽ ഒരു ദിവസം വളരെ കുറച്ച് ഗ്രാം അളവിൽ മാത്രമേ ഇവയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആണവായുധമല്ലാത്ത അതീവ വിനാശകാരിയായ ആയുധമാണ് ഈ മഗ്നീഷ്യം ഹൈഡ്രൈഡ്. ചൈന വികസിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ ആർക്കും സാധിക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയാണ്. നിലവിൽ ലോകത്ത് ഒരു രാജ്യത്തിനും ഇത്തരത്തിലുള്ള ഒരു ആയുധവും നിലവിൽ കൈവശമില്ലതാനും.